ഹലോ ഫുഡീസ്, വെൽക്കം ടു ദിയാസ്ലിൻ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഞ്ച് ബിരിയാണിയുടെ റെസിപ്പി നോക്കാം. ഞാനിവിടെ 3 നാഴി ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിലിട്ട് അരമണിക്കൂർ കുതിർത്തെടുത്തിട്ട് വേവിക്കാം. നമ്മൾ റൈസ് ഇടാൻ പോകുന്ന വെള്ളത്തിലേക്ക് ഈ ഗരം മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മസാലയുടെ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അത് അതുപോലെ എടുക്കുക. ഇത് ഒരു പിടി ചെറിയ ഉള്ളിയും പിന്നെ ഒരു 4 മീഡിയം സൈസ് സവാളയും കൂടെയാണ് എടുത്തേക്കുന്നത്. ഇതിനെ നല്ല രീതി ഗോൾഡൻ ബ്രൗൺ ആവും വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില, പുതിന ഇല, ഇഞ്ചി വെളുത്തുള്ളി, ചെറിയ ഉള്ളി എന്നിവ ചതച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് നല്ല രീതി മാറി കിട്ടുന്നിടം വരെ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് തക്കാളി ചേർക്കാം. ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് തക്കാളിനെയും പിന്നെ ഈ മസാലേനെയും നല്ല രീതി ഒന്ന് ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെച്ച് മല്ലിയിലയും മുളക് പൊടിയും ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡറും ചേർത്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചതച്ച് ചേർക്കാം. ഇനി ഈ ചേർത്ത മസാലയുടെ എല്ലാം പച്ചമണം മാറും വരെ നല്ല രീതി വഴറ്റിയെടുക്കും. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കോൺഫ്ലവറും കൂടെ ചേർത്ത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കാം. കൊഞ്ച് ഈ മസാലയുടെ കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പ്. തേങ്ങാപ്പാൽ ഒഴിക്കണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ തിളപ്പിച്ച വെള്ളം 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 പിടി മല്ലിയിലയും 1 പിടി പുതിന ഇലയും കൂടെ ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് 1ാം പാല് ഒഴിച്ചു കൊടുക്കാം. 1ാം പാല് ഒഴിച്ചതിന് ശേഷം ഗ്രേവി തിളപ്പിക്കരുത്, ചെറുതായി ഒന്ന് ചൂടാവുമ്പോഴേ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി നമുക്ക് ദമ്മ് സെറ്റ് ചെയ്യാം. ദമ്മ് എല്ലാവർക്കും സെറ്റ് ചെയ്യാൻ അറിയാമല്ലോ, അതുകൊണ്ടാണ് വീഡിയോ ഞാൻ ഫാസ്റ്റ് ഫോർവേഡിൽ ആക്കി വിടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊഞ്ച് ബിരിയാണി. ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.